ബോസിൽ വരുന്നെങ്കിൽ ഇത്തവണത്തെ സീസൺ ബിഗ് ബോസ് 8 കത്തും യുദ്ധക്കളമായിരിക്കും. നമുക്ക് കണ്ടന്റ് ആയിരിക്കും, കണ്ടോണ്ടിരിക്കാൻ എൻജോയ് ചെയ്യുന്ന ഒരു സീസൺ ആയിരിക്കും നമ്മൾ പ്രേക്ഷകർ. ആരൊക്കെയാണ് ആ 20 പേരെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഒഫീഷ്യൽ പ്രഡിക്ഷൻ ലിസ്റ്റ് ഓഫ് ബിഗ് ബോസ് മലയാളം സീസൺ 8 മായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇവരൊക്കെ ആണെങ്കിൽ എൻ്റെ പൊന്നു മക്കളെ നമുക്ക് ലൈവിൽ നിന്ന് കണ്ണെടുക്കാൻ പറ്റൂല. അമ്മാതിരി ലെവലിലുള്ള അടിയും വഴക്കും ഗെയിമും ഒക്കെ ആയിരിക്കും നമുക്ക് കാണാനായിട്ട് പറ്റുക. ആരൊക്കെയാണ് 20 പേരെന്ന് പറയാം, എന്തുകൊണ്ടാണ് ഈ 20 പേരുടെ പേരുകൾ പറയുന്നതെന്നും പറയാം. അങ്ങനെ പ്രഡിക്ഷൻ ലിസ്റ്റുമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ് മക്കളെ. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്തേ പറ്റുള്ളൂ. അതോടൊപ്പം തന്നെ ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ എൻ്റെ FB പേജും ഇൻസ്റ്റാ പേജും ഒക്കെ നിങ്ങൾ മറക്കാണ്ട് ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യണം. കാരണം ഇനി ബിഗ് ബോസ് സമയം ഉണരുകയാണ്. ഏതാണ്ട് ജൂലൈ ഓഗസ്റ്റിലൊക്കെ ആയിരിക്കും ബിഗ് ബോസ്. ഞാൻ ഓൾറെഡി നിങ്ങളുടെ മുന്നേ വീഡിയോ ഇട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ ഓഡീഷന്റെ സമയമാണ്, നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റിന്റെ സമയമാണ്. ഒത്തിരി പേര് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന കമന്റ്സ്, മെസ്സേജസ് ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ളത്, എന്തുകൊണ്ടാണ് പ്രഡിക്ഷൻ ലിസ്റ്റ് ഇടാത്തത്? കഴിഞ്ഞ പ്രാവശ്യം ഈ സമയമൊക്കെ ആയപ്പോൾ പ്രഡിക്ഷൻ ലിസ്റ്റിന്റെ പൂരമായിരുന്നു എന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. സത്യം പറഞ്ഞാൽ എൻ്റെ പൊന്നു മക്കളെ, ഒരു പ്രഡിക്ഷൻ ലിസ്റ്റ് തയ്യാറാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരപ്പെട്ട ഒരു സംഭവമല്ല. വാരിക്കൂട്ടി 20 പേര് ഒത്ത് ഞാൻ വരുന്നതല്ല പ്രഡിക്ഷൻ ലിസ്റ്റ്. അതിൻ്റെതായിട്ടുള്ള രീതികളുണ്ട്, റിസർച്ച് ഉണ്ട്, ഓരോ മേഖലകളുണ്ട്. അപ്പൊ എല്ലാ മേഖലകളിൽ നിന്നും ഈ വർഷം ആരൊക്കെ ആയിരിക്കാം എന്ന് ഞാൻ തന്നെ ചൂസ് ചെയ്തെടുക്കുന്ന ഒരു 10-20 പേരുകളാണ് പ്രഡിക്ഷൻ ലിസ്റ്റ് എന്ന് പറയുന്നത്. അല്ലാണ്ട് ഇത് നമുക്ക് ചാനലിനകത്ത് നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസോ അല്ലെങ്കിൽ ഓഡീഷൻ നടത്തുന്ന അങ്ങനെ ഒന്നുമല്ല. പ്രഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധ്യതയാണ്. അത് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷേ നമ്മുടെ മുൻ സീസണുകളിൽ സീസൺ 5, 6, 7 ഞാൻ പ്രഡിക്ഷൻ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിൽ നിന്ന് പലരും ബിഗ് ബോസിനകത്തേക്ക് വന്നിട്ടുണ്ട്. സന്തോഷം. കാരണം തികച്ചും നമ്മൾ ഇവിടെ നിന്ന് പറയുന്ന കാര്യങ്ങളിൽ പലതും എങ്ങനെയൊക്കെയോ സംഭവിക്കുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പൊ അതുപോലെ തന്നെ അങ്ങനെ ഇത്തവണയും സംഭവിച്ചാൽ മാത്രമേ അടുത്ത വർഷവും നിങ്ങൾ എൻ്റെ വീഡിയോ കാണാനായിട്ട് വരുള്ളൂ. അതെനിക്കറിയാം. അതെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഞാൻ തുടങ്ങാൻ പോവുകയാണ് മക്കളെ. അൻസിഫ് മൂൺലൈറ്റ് മീഡിയയുടെ ബിഗ് ബോസ് സീസൺ 8 ആദ്യത്തെ പ്രഡിക്ഷൻ ലിസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ 20 പേരുടെ പേരാണ് പറയാൻ പോകുന്നത്. ഈ 20 പേരെയും ഞാൻ തന്നെ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിരിക്കുന്നവരാണ്. കൂടുതലും ആക്ടിങ് ഫീൽഡ് ആണ്. എന്നിരുന്നാലും ഇവരൊക്കെ ആണെങ്കിൽ അത്യാവശ്യം കോണ്ടന്റ് കിട്ടുന്ന ലെവലിലുള്ള ആൾക്കാരും അവരവരുടെ സ്വഭാവങ്ങളും എല്ലാം സോഷ്യൽ മീഡിയ വീക്ഷിച്ച് ഞാൻ കുറേ ദിവസം കഷ്ടപ്പെട്ടിരുന്നിട്ടാണ് ഈ പ്രഡിക്ഷൻ ലിസ്റ്റുമായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇനി ഞാൻ വൈകിപ്പിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും. തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ പേര് ഞാൻ പറയാൻ പോകുന്നത് ഒരു സീരിയൽ ആക്ട്രസ് ആണ്. പുള്ളിക്കാരി ഏഷ്യാനെറ്റിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പേര് അമൃത നായർ എന്നാണ്. ഇതാണ് അമൃത നായർ. നിങ്ങൾക്ക് അറിയാമോ അമൃത? ഇതാണ് അമൃത. നിങ്ങൾക്ക് അറിയാമായിരിക്കും. അറിയാതിരിക്കാൻ യാതൊരുവിധ സാധ്യതയില്ല. ഞാൻ ഈ കാണിക്കുന്ന 20 പേരെയും നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പൊ അമൃതയുടെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ബിഗ് ബോസിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ച് കരച്ചിലും പിടിച്ചിലൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ഒരു ഗെയിം സ്പിരിറ്റിൽ ഗെയിമിൽ ഇറങ്ങി നിന്ന് കളിക്കാൻ പറ്റുന്ന യൂത്ത് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ഇല്ലേ, അപ്പൊ അതിലൊരാളായിരിക്കും അമൃത എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ ലിസ്റ്റിലേക്ക് അമൃതയെ വെച്ചത്. രണ്ടാമത്തെ പേര് ഞാൻ പറയുന്നത് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്. മൾട്ടി ടാലന്റഡ് പേഴ്സണാലിറ്റി ആയിട്ടുള്ള നമ്മുടെ സ്വന്തം ബൈജൂസ് വ്ളോഗ്സിലെ ബൈജുവിനെയാണ് ഞാൻ പറയുന്നത്. ബൈജു ചേട്ടൻ്റെ പേര് നിങ്ങൾക്ക് അറിയാമായിരിക്കും. നമ്മുടെ ജാസിയൊക്കെ ഒത്തിരി ട്രോൾ ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കരമായിട്ട് റീച്ച് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ പുള്ളിക്കാരുടെ വീഡിയോസ് ഭയങ്കര സറ്റീറിക്കലി നമുക്ക് ഒരാളെ ട്രോളുന്ന ആണെങ്കിൽ കൂടെയും അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ ആണല്ലോ, അപ്പൊ ആ ഒരു റിയാക്ട് ചെയ്യുന്ന രീതിയാണെങ്കിൽ കുറച്ച് സറ്റീറിക്കലി ആക്ഷേപഹാസ്യം ലെവലിലാണ്. അപ്പൊ കണ്ടിരിക്കാൻ നമുക്ക് കുറച്ചും കൂടി എന്റർടൈനിങ് ആണ്. അപ്പൊ ആ ഒരു എന്റർടൈൻമെന്റ് ബിഗ് ബോസിനകത്തേക്ക് വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ പേര് ഞാൻ എൻ്റെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ പറയുന്നത്. നമുക്ക് നോക്കാം. അടുത്ത് മൂന്നാമത്തെ പേര് ഞാൻ പറയുന്നത് നമ്മുടെ ഏഷ്യാനെറ്റിൽ നിന്ന് ഒരാൾ എപ്പോഴും ഉണ്ടാവും. ഏഷ്യാനെറ്റ് ഫെയിം. കഴിഞ്ഞ വർഷവും ഞാൻ ഈ പേര് പറഞ്ഞതാണ്. മറ്റാരുമല്ല, നമ്മുടെ ഇപ്പോൾ കറന്റ് ആ സീരിയൽ ഏഷ്യാനെറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന 2 ആഴ്ചയും കൂടെ ആകുമ്പോൾ ആ സീരിയൽ തീരും. മൗനരാഗം സീരിയലിലെ കല്യാണി എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഐശ്വര്യ റംസായി. ഇതാണ് ഐശ്വര്യ റംസായി. നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഈ സീരിയൽ ഒന്ന് തീർന്നു കിട്ടിയാൽ മതിയേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രേക്ഷകർ കണ്ണും നട്ടിരിക്കാൻ തുടങ്ങിയിട്ട് വർഷം 7 മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ദൈർഘ്യമേറിയ സീരിയലാണ് ഈ പറയുന്ന മൗനരാഗം സീരിയൽ. സോ പുള്ളിക്കാരിയെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ അവസാന നിമിഷത്തിൽ എന്തോ പറ്റിയെന്നൊക്കെയാണ് കേൾക്കുന്നത്. ഇത്തവണയെങ്കിലും വരട്ടെ അല്ലേ, നോക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഐശ്വര്യയുടെ പേര് പറയുന്നത്. ഏഷ്യാനെറ്റ് ഫെയിം എന്ന് പറയുന്ന കാറ്റഗറി. അടുത്ത നാലാമത്തത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇപ്പോൾ അങ്ങനെ അധികം കാണലൊന്നും ഇല്ല, എന്നാലും പണ്ടൊക്കെ ഒത്തിരി സിനിമകളിലായിക്കോട്ടെ അല്ലെങ്കിൽ ഒത്തിരി പ്രോഗ്രാമുകളിലൊക്കെ ആങ്കർ ചെയ്തിട്ടുള്ള ഒരു ആങ്കറും ആക്ടറും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ സ്വന്തം അനീഷ് രവി. അതാണ് ഞാൻ അടുത്തത് നാലാമത്തെ പേരായിട്ട് പറയുന്നത്, അനീഷ് രവി. നിങ്ങൾക്ക് അറിയാമായിരിക്കും, പണ്ട് ഒത്തിരി പ്രോഗ്രാമുകളിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നു റീസെന്റ് അമൃത ടിവിയിലെ സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിൽ സംതിങ് ആങ്കർ ആയിട്ടൊക്കെ ഉണ്ട്.
പുള്ളിക്കാരനെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് സീസൺ 7 അടുത്ത് അഞ്ചാമത്തെ പേര് ഞാൻ പറയുന്നത്, ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ട്രെൻഡിങ് അല്ലാത്ത ആൾക്കാർ വളരെ കുറവാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കാറ്റഗറിയിൽ നിന്നും ഇപ്പോൾ ഭയങ്കര പീക്ക് എയറിലാണെന്ന് വെച്ചാൽ എയറിലാണ്, ഒരു ദിവസം ഏറി പോകും, ഒരു ദിവസം താഴെ വരും. അപ്പം പുള്ളിക്കാരുടേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ജീവിതം സോഷ്യൽ മീഡിയയുടെ മുന്നിൽ തുറന്നു കാട്ടിക്കൊണ്ട് ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഫസ്മിന സക്കീർ. ഇതാണ് ഫസ്മിന. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഫസ്മിന ലല്ലു തൊപ്പിയുടെ എക്സ് ഗേൾ ഫ്രണ്ട് ആണ് ഈ പുള്ളിക്കാരി. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള വിവാദങ്ങൾ, വിവാഹത്തിന് ശേഷം ഉണ്ടായിരുന്ന ഭർത്താവിൻ്റെ എന്തൊക്കെയോ ബന്ധങ്ങൾ കണ്ടുപിടിച്ചെന്നോ ഡിവോഴ്സ് ആയെന്നോ എനിക്ക് ആ വിഷയങ്ങളൊന്നും പേഴ്സണലി അറിയില്ല. പക്ഷേ എന്തായിരുന്നാൽ കൂടിയും പുള്ളിക്കാരുടെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ബിഗ് ബോസിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി മസാല കിട്ടാനായിട്ടുള്ള സ്കോപ്പ് ഞാൻ കാണുന്നത് കൊണ്ടാണ് ഈ പേര് ഞാൻ ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തിയത്. അടുത്ത ആറാമത്തെ പേര് ഞാൻ പറയുന്നത്, കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു ഓഡീഷനൊക്കെ കഴിഞ്ഞ് അവസാന ഘട്ടം വരെ എത്തിയിട്ട് എന്തൊക്കെയോ പറ്റിപ്പോയ ഒരാളാണ് നമ്മുടെ ഓഡീഷൻ ലിസ്റ്റിൽ നിന്ന് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം ആക്ടറായിട്ടുള്ള ആദിത്യൻ ജയൻ. ഇതാണ് ആദിത്യൻ ജയൻ. ആദിത്യൻ ജയൻ്റെ പേര് ഞാൻ പറഞ്ഞില്ല, ആദിത്യനെ കാണുമ്പോൾ തന്നെ എനിക്കൊരു അടി പൊട്ടിക്കാൻ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു മേധാവിത്വത്തോടെ നിന്ന് പറയാൻ കെൽപ്പുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ബിഗ് ബോസിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു കാരണവർ പട്ടം പിടിച്ചിരിക്കാനുള്ള ഒരു സ്കോപ്പ് എനിക്ക് തോന്നുന്നത് കൊണ്ടാണ് ഞാൻ വീണ്ടും ആ പേര് റിപ്പീറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം അവസാനം വരെ വന്നതാണ്. സോ ഇത്തവണ ഹൈ ചാൻസസ് ആണ്. അടുത്ത ഏഴാമത്തെ പേര്, നിങ്ങൾ ഒരിടത്തും ഇത്തവണ പല ലിസ്റ്റുകൾ വന്നിട്ടുണ്ടാവും, എനിക്ക് അറിഞ്ഞുകൂടാ. യൂട്യൂബിൽ ഒത്തിരി റിവ്യൂവേഴ്സ് ഉണ്ട്, ഇഷ്ടംപോലെ റിവ്യൂവേഴ്സ് ഓരോ സീസൺ കഴിയുമ്പോഴത്തേക്കും വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ പലരും പല പേരുകളൊക്കെ ഇടുന്നുണ്ട്. അപ്പം ഞാൻ ഇത്തവണ ഈ പേര് ഞാൻ പുതുതായിട്ട് നിങ്ങളുടെ മുന്നിൽ പറയുന്നതാണ്. ഇത് ബിഗ് ബോസ്, ഈ വീഡിയോ നിങ്ങൾ ആരെങ്കിലും ബിഗ് ബോസ് മേക്കേഴ്സ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കുക. ഒരു ഡാൻസറാണ്, ഭരതനാട്യം, കുച്ചിപ്പുടി അങ്ങനെയൊക്കെ മോഹിനിയാട്ടത്തിലൊക്കെ ഭയങ്കര ഡാൻസറാണ്. അതോടൊപ്പം തന്നെ ഒരു ട്രാൻസ്വുമൺ ആണ്. പേര് മാലിക പണിക്കർ. നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതായത് ട്രാൻസ്വുമൺ ആയിരിക്കെ തന്നെ അവർ ട്രാൻസ്വുമൺസിന്റെ തന്നെ പോസിറ്റീവ്സും നെഗറ്റീവ്സും പറയുന്ന ഒരു ലേഡിയാണ്. അതായത് ഇവരൊരു ട്രാൻസ്വുമൺ ആണ്, എന്നിരുന്നാലും അവർ എല്ലാ കാര്യങ്ങളിലും ട്രാൻസ്വുമൺസിനെ സപ്പോർട്ട് ചെയ്യാണ്ട് അത് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ചെയ്യുകയും തള്ളേണ്ട കാര്യങ്ങൾക്ക് തള്ളുകയും, പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ സ്പഷ്ടവും കൃത്യവുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇന്റർവ്യൂവിൽ ഇപ്പോൾ ഈ റീസെൻ്റ് ആയിട്ട് കുറേ ആയിട്ട് ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ഒരാളാണ്. മലയാളം മാത്രമല്ല, അവർ തമിഴിലും അത്യാവശ്യം ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ട്രാൻസ്വുമൺ ആണ്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സർജറി ചെയ്തിട്ടുള്ള വൺ ഓഫ് ദ സീനിയർ ട്രാൻസ്വുമൺ കൂടിയാണ് കേരളയിലെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ട്രാൻസ്വുമൺസിന്റെ കാറ്റഗറിയിൽ നിന്ന് എപ്പോഴും ആൾക്കാർ എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ജനങ്ങൾക്കോ ട്രാൻസ്വുമണോ ഇപ്പോൾ ഇവരിനി അവിടെ വന്നിട്ട് നനയ്ക്കാൻ, അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഇപ്പോഴും ഉണ്ട് പലർക്കും ഉണ്ട്. അപ്പോൾ ആ മെന്റാലിറ്റിയൊക്കെ കുറച്ചുകൂടി അവരുടെ സംസാരമൊക്കെ കേൾക്കണം. ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു സംസാരമാണ്. സോ എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് കുറച്ചും കൂടി ഒരു എന്താണ് ഇത് ആക്ച്വലി, ഇത് എവിടെ നിന്നാണ് സ്റ്റാർട്ടിങ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ട്രാൻസ്വുമൺ LGBTQ കമ്മ്യൂണിറ്റി എന്നൊക്കെ പറയുന്ന ഈ സാധനം, അതിനെക്കുറിച്ചൊരു കൂടുതൽ അറിവും ബോധവും ഒക്കെ പ്രേക്ഷകർക്ക് കൊടുക്കാനായിട്ട് പറ്റുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിരിക്കാം. സോ അതുകൊണ്ടാണ് ഞാൻ മാലിക പണിക്കറിന്റെ പേര് പറയുന്നത്. എൻ്റെ പൊന്ന് ബിഗ് ബോസെ, നിങ്ങൾ ഈ വീഡിയോ കാണണമെങ്കിൽ മാലിക പണിക്കറിനെ ഒന്ന് വിളിക്കണം. നിങ്ങൾ ഇന്റർവ്യൂ ചെയ്തിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്ക്. അത്ര ഞാൻ പറയുന്നുള്ളൂ. അടുത്ത് എട്ടാമത്തെ പേര് ഞാൻ പറയുന്നത്, ഇൻസ്റ്റഗ്രാമിൽ റീലുകൾ ചെയ്തുകൊണ്ട് നമ്മുടെ കൊറോണ സമയം മുതൽ ട്രെൻഡിങ് ആയി മാറിയ തക്കാളിയ നമ്മുടെ മറ്റാരുമല്ല, റീൽ ക്രിയേറ്റർ ആയിട്ടുള്ള ആകാശ് പരമേശ്വരൻ എന്നറിയപ്പെടുന്ന ആദംസ് ആപ്പിൾ. ഇതാണ് ആദംസ് ആപ്പിൾ. നിങ്ങൾക്ക് അറിയാമായിരിക്കും. നോക്ക മക്കളെ, നോക്കങ്ങോട്ട്. അപ്പോൾ പുള്ളിക്കാരൻ ഇപ്പം UK-യും കേരളയൊക്കെ ആയിട്ട് മാറി നിൽക്കുകയാണ്. എന്നാലും ബിഗ് ബോസിന് വേണ്ടി വിളിച്ചു കഴിഞ്ഞാൽ പുള്ളി വരും എന്നാണ് എനിക്ക് അറിയാനായിട്ട് കഴിഞ്ഞത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനൊരു ഉറപ്പൊന്നും പറയുന്നില്ലേ. അപ്പോൾ അതുകൊണ്ട് പുള്ളി വന്നു കഴിഞ്ഞാൽ നമുക്കൊരു നെവിൻ വൈബൊക്കെ, കുറച്ച് നെവിൻ്റെ അത്രയില്ല, കുറച്ചൊക്കെ നമുക്ക് ആ ഒരു ഫീച്ചറൊക്കെ കിട്ടുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആകാശിൻ്റെ പേര് എടുത്ത് പറയുന്നത്. ദെൻ 9ാമത്തെ പേര് ഞാൻ പറയുന്നത് ഒരു ഡാൻസറാണ്, അതുപോലെ തന്നെ ആക്ട്രസും ആയിട്ടുള്ള ഒരാളാണ്, ഷാലു മേനോൻ. ഇതാണ് ഷാലു മേനോൻ. ബിഗ് ബോസിന് പറ്റിയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. വൈ? ബിക്കോസ് ഷാലു മേനോന്റെ തന്നെ ഒത്തിരി കോൺട്രവേഴ്സീസ് ഐ തിങ്ക് 2009 മുതലേ നടന്നു വന്നിട്ടുണ്ട്. ഭയങ്കര സ്ട്രോങ് ലേഡിയാണ് ഷാലു മേനോൻ. ഒരു അടിപൊളി ആക്ട്രസും അടിപൊളി ഡാൻസറും ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. സോ നിലപാടുകൾ സ്പഷ്ടമായിട്ട് പറയാനും ഈ ഒരു എന്താ പറയുക സീനിയർ ആർട്ടിസ്റ്റ് ആണ് അവർ. അപ്പോൾ ആ ഒരു സീനിയർ ലെവലിൽ നിന്നുകൊണ്ടും ഇന്നും ഈ പറയുന്ന കയറി വരുന്ന ആർട്ടിസ്റ്റുകളോട് പൊരുതി നിൽക്കുന്ന ഒരു ലേഡി കൂടിയാണ്, ഒരു ആക്ടർ കൂടിയാണ് അവർ. അപ്പോൾ അതുകൊണ്ട് അവരും ബിഗ് ബോസിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ബിഗ് ബോസിന് ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ ഉണ്ടാവുമെന്ന് ഞാൻ പേഴ്സണലി പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്ത് 10ാമത്തെ പേര് ഞാൻ പറയുന്നത് നമ്മുടെ ഉപ്പുമുളകും. എല്ലാവർക്കും അറിയാം, ഭയങ്കരമായി പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ഒരു സിറ്റ്കോമാണ് ഉപ്പുമുളകും. ആ ഒരു സിറ്റ്കോമിലെ ആളായിട്ടുള്ള 2-3 പേരൊക്കെ ഉണ്ട്. നമുക്ക് ആരുടെ പേര് വേണമെങ്കിൽ അതിൽ പറയുന്നതാണ്. എനിക്ക് ഹൈ ചാൻസസ് ആയിട്ട് തോന്നുന്നത് അതിലെ തന്നെ ആക്ടറായിട്ടുള്ള ബിജു സോപാനം. നമ്മുടെ ബാലു, ഉപ്പുമുളകിലെ ബാലുവിൻ്റെ ക്യാരക്ടർ ചെയ്തിട്ടുള്ള ബിജു സോപാനമാണ്. കഴിഞ്ഞ വർഷം ബിഗ് ബോസിന്റെ സമയത്ത് ഒത്തിരി കോൺട്രവേഴ്സീസ് ഒക്കെ ഉണ്ടായിരുന്നതായിരുന്നു. പക്ഷെ പുള്ളിക്കാരനും എനിക്ക് ബിഗ് ബോസിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മേധാവിത്വത്തോടെ, ഒരു കാരണവർ സ്ഥാനത്തിൽ കുറച്ച് അഭിപ്രായങ്ങളൊക്കെ എടുത്തടിച്ച് പറയുന്ന ഒരു ക്യാരക്ടറായിട്ട് എനിക്ക്
തോന്നുന്നു ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ. സോ അതുകൊണ്ടാണ് ഞാൻ ബിജു സോപാനത്തിൻ്റെ പേര് ഈ ഒരു ലിസ്റ്റിൽ പറയുന്നത്. ദെൻ 11ാമത്തെ പേരായിട്ട് ഞാൻ പറയുന്നത് കഴിഞ്ഞ വർഷം ബിഗ് ബോസ് വിളിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അവസാന നിമിഷത്തിൽ എന്തോ പറ്റിയതാണ്. നമ്മുടെ RJ കാറ്റഗറിയിൽ നിന്നും നമ്മുടെ RJ അഞ്ജലിയുടെ സൗണ്ട് ഇഷ്ടപ്പെടാത്തവരായിട്ട് മലയാളികളിൽ ആരുമില്ല. അത്രയധികം മനോഹരമായിട്ടാണ് RJ അഞ്ജലിയുടെ ആ ഒരു FM-ഉം പരിപാടീസൊക്കെ പോകുന്നത്. ഇടയ്ക്ക് വെച്ച് കോൺട്രവേഴ്സീസ് ഒക്കെ മറ്റേ മെഹന്തി കുണ്ടി മെഹന്തിയൊക്കെ വന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും, കുണ്ടിയിൽ മെഹന്തി ഇട്ടേരോ എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര സീനൊക്കെ ആയത്. അപ്പം ആ ഒരു വിഷയത്തിന് ശേഷം ബിഗ് ബോസിലേക്കൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്ത് പറ്റിയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഇത്തവണയും RJ അഞ്ജലിയും അത്യാവശ്യം എന്താ പറയുക സംസാരിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. അതായത് അച്ചടി ഭാഷയിലൂടെ അല്ലെങ്കിൽ ഒരു കാര്യം പ്രേക്ഷകരിലേക്ക് കറക്റ്റ് അത് കൺവേ ചെയ്യാനുള്ള ലെവലിൽ കൺവേ ചെയ്ത് എത്തിക്കാൻ പറ്റുന്ന ഒരു ആളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ RJ അഞ്ജലി വന്നു കഴിഞ്ഞാലും അതൊരു ടൈറ്റ് കോമ്പറ്റീഷന് സാധ്യത ഉണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നു. 12ാമത്തെ പേര്, അടുത്ത പേര് ഞാൻ പറയുന്നത് വീണ്ടും ഒരു RJയുടെ പേര് തന്നെയാണ്. പക്ഷെ പുള്ളിക്കാരൻ ഒരു ഇന്റർവ്യൂവർ കൂടിയിട്ടാണ്, മറ്റാരുമല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, നമ്മുടെ സ്വന്തം RJ ഗദ്ദാഫിയാണ്. ഗദ്ദാഫി ഇതാണ് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഗദ്ദാഫിയുടെ റീസെന്റ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഇപ്പോൾ വൈറൽ ആയിട്ടുണ്ടായിരുന്ന ഒരു പുരുഷ വേശ്യയുടെ ഇന്റർവ്യൂ. മുഖമൊക്കെ മറച്ച് വന്നിട്ട് കയ്യിലെ ടാറ്റു എല്ലാം അവിടെ വെച്ച് ബാക്കി നാട്ടുകാരെ മൊത്തം കണ്ടുപിടിച്ച് ആകെ മൊത്തം പ്രശ്നമായി, അക്കൗണ്ടൊക്കെ പൊട്ടിപ്പോയി. അങ്ങനെ വൈറലായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ്. RJ ഗദ്ദാഫിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഇന്റർവ്യൂവർ കൂടിയിട്ടാണ് RJ ഗദ്ദാഫി. വൈ? ബിക്കോസ് RJ ഗദ്ദാഫി സംസാരിക്കുന്ന ഒരു രീതി, ഇന്റർവ്യൂവിൽ പെരുമാറേണ്ട ഒരു രീതി, റീച്ചിന് വേണ്ടി എല്ലാം ഉണ്ടാക്കാതെ വളരെ ഭയങ്കര എനിക്ക് പോസിറ്റീവ് എനർജി കൊടുക്കുന്ന ഒരാളായിട്ട്, അതേസമയം പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുകയും ചോദിക്കുകയും മനസ്സിലാക്കുകയും കൺവേ ചെയ്യുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കൊണ്ടാണ് RJ ഗദ്ദാഫിനെ ഞാൻ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത്. അടുത്തത് 13ാമത്തെ പേര് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമാവുമായിരിക്കും. എനിക്ക് തോന്നുന്നു മലയാളികൾ ഇരു കയ്യിൽ നീട്ടി സ്വീകരിച്ച ഒരു സാധാരണക്കാരിയായിട്ടുള്ള ഒരാളാണ് ഇപ്പോൾ ഭയങ്കര സെലിബ്രിറ്റി ആയിട്ട് മാറിയിരിക്കുന്നു. മറ്റാരുമല്ല, കോമഡി ആർട്ടിസ്റ്റ് ആയിട്ടുള്ള സുതിമോൾ. നമ്മുടെ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയിലൂടെ വന്ന് താരമായി മാറി എന്താ സ്റ്റാൻഡപ്പ് കോമഡിയും സ്കിറ്റും ഒക്കെ ചെയ്ത് ഭയങ്കരമായിട്ട് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുകയും അവരുടെ സാധാരണ ജീവിതവും അവർ അനുഭവിച്ചിട്ടുള്ള യാതനകളും ത്യാഗങ്ങളും ഒക്കെ മനസ്സിലാക്കി പ്രേക്ഷകർ വരെ നെഞ്ചോട് അണച്ചതാണ്. ഇന്ന് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും കൊളാബും ഒക്കെ സ്വന്തമായിട്ട് വീടൊക്കെ വെച്ച്, വീടിന് തന്നെ മഴവിൽ മനോരമയുടെ പേര് മഴവിൽ എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പം അങ്ങനെ സക്സസ് ആയിട്ട് പൊരുതി മുന്നോട്ട് പോകുന്ന ഒരാളാണ്. സോ ബിഗ് ബോസിലേക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സാധാരണക്കാരിയെ ബിഗ് ബോസിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു സാധാരണക്കാരി ബിഗ് ബോസിൽ എന്ത് ചെയ്യും അല്ലെങ്കിൽ എങ്ങനെ പ്ലേ ചെയ്യുമെന്ന് കാണാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. സോ ഞാൻ സുതിമോളുടെ പേര് പറയുകയാണ്. സുതിമോൾ വരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ബിഗ് ബോസ്. നിങ്ങൾ ഇത് കാണുവാണെങ്കിൽ സുതിമോൾക്കും കൂടി ഒരു ഇന്റർവ്യൂവിനൊരു ചാൻസ് കൊടുക്കണം. കുറച്ച് ഒരു സാധാരണ വീട്ടമ്മയുടെ ചിന്താഗതികളുള്ള അല്ലെങ്കിൽ ഒരു സാധാരണ 3 മക്കളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതിൻ്റെതായിട്ടുള്ള ഒരു കുടുംബവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന സുതിമോൾക്ക് ബിഗ് ബോസിനകത്ത് വന്നു കഴിഞ്ഞാൽ പലർക്കും പല പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാനും ഓപ്പോസിറ്റ് പറയുന്നവർക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനും ചിലപ്പോൾ അവർക്ക് എതിർത്ത് പറയാനും ഒക്കെ പറ്റുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നതുകൊണ്ട് സുതിമോളുടെ പേരാണ് ഞാൻ അതിനകത്ത് പറയുന്നത്. അടുത്ത 14ാമത്തെ പേര് ഞാനൊരു ആക്ടറിൻ്റെ പേരാണ് പറയുന്നത്. ഒരു സീരിയൽ ആക്ടറാണ്, മറ്റാരുമില്ല, നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മുടെ സ്വന്തം യുവാകൃഷ്ണയുടെ പേര് പറയുമ്പോൾ ഞാൻ മൃദുലയുടെ ഫോട്ടോ കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. മൃദുലയും യുവാകൃഷ്ണയും ഭാര്യയും ഭർത്താവുമാണ്. നിങ്ങൾക്കറിയായിരിക്കും, രണ്ടുപേരും ആർട്ടിസ്റ്റാണ്. യുവാകൃഷ്ണയെ ഞാൻ അറിഞ്ഞിട്ടുള്ളത് ബിഗ് ബോസ് സീസൺ 4 വിളിച്ചിട്ടുണ്ട്. അവസാന ഓഡിഷൻ വരെയൊക്കെ എത്തി, എന്നിട്ട് എന്തോ പറ്റി വയൽക്കാടായിട്ടൊക്കെ ഉണ്ടെന്നൊക്കെയാണ് കേട്ടിട്ടുണ്ടായിരുന്നത് ആ സമയത്ത്. അപ്പോൾ എന്തോ പറ്റി പോയതാണ്. അപ്പോൾ യുവാകൃഷ്ണയുടെ ഒരു ക്യാരക്ടർ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നമുക്ക് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. എന്നാലും കുറച്ചൊക്കെ ഒന്ന് അടിപൊട്ടിക്കാൻ ചാൻസ് ഉള്ള, ഒന്ന് ദേഷ്യപ്പെടാനും അല്ലെങ്കിൽ ഒന്ന് തിളതിളാൻ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. തോന്നൽ മാത്രമാണ്, നമ്മളൊക്കെ അവരെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി ബിഗ് ബോസിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഗെയിം സ്പിരിറ്റോടെ ടാസ്കുകളൊക്കെ കളിക്കാനും അല്ലെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ ഇന്നർ മീനിങ്സ് മനസ്സിലാക്കി കളിക്കാനും ഒക്കെ പറ്റുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നത് കൊണ്ടാണ് യുവയുടെ പേര് ഞാൻ ഇതിനകത്ത് പറഞ്ഞത്. ദെൻ അടുത്ത് 15ാമത്തെ പേരായിട്ട് ഞാൻ പറയുന്നത് മുന്നേ പല പല പ്രഡിക്ഷൻ ലിസ്റ്റുകളിൽ നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ആക്ടറിൻ്റെ പേരാണ്. ഞാൻ പുള്ളിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള കുറച്ച് മൂവീസിൽ ഒരു മൂവിയിൽ ഫോട്ടോ കാണിക്കുക, അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് കത്തും. മൂവി ആക്ടറായിട്ടുള്ള ക്രിസ്റ്റി സെബാസ്റ്റ്യൻ, നമ്മുടെ CCFലെ പ്ലെയർ കൂടിയിട്ടാണ് ക്രിസ്റ്റി സെബാസ്റ്റ്യൻ. കഴിഞ്ഞ വർഷം അതിന് മുന്നേ ഓഡീഷൻ്റെ അവസാന ഘട്ടം വരെ എത്തിയിട്ട് എന്തൊക്കെയോ പറ്റി പിന്മാറിയിട്ടുണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. ഇത്തവണയും വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം CCFലെ പ്ലെയറാണ്, അപ്പോൾ അത്യാവശ്യം എന്താ പറയുക ഫിസിക്കൊക്കെ ഉണ്ടായിരിക്കും. മാത്രമല്ല ആക്ടറാണ്. ഒരു യൂത്തൊക്കെ എപ്പോഴും ബിഗ് ബോസിൽ ഉണ്ടാവുന്നത് നമുക്ക് കുറച്ച് പ്രണയമണം അടിക്കുന്നതെല്ലാം നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. സോ ക്രിസ്റ്റി ബിഗ് ബോസിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ കുറെ കൂടെയൊക്കെ സ്പിരിറ്റോട് കൂടി നമുക്ക് ടാസ്കും ഗെയിമൊക്കെ കളിക്കാൻ ആളെ വേണ്ടേ? ഏഷ്യനിക്കും പരദൂഷണത്തിനും ടാസ്കിനും അതുപോലെ തന്നെ പഴയ ചിന്താഗതിയും പുതിയ ചിന്താഗതിയും ട്രാൻസ്ജെൻഡറിൻ്റെ സപ്പോർട്ടും അവർക്ക് ഓപ്പോസിറ്റും ഒക്കെ പറയുന്ന ആൾക്കാർ വേണം. സോ എനിക്ക് കുറച്ചും കൂടി ഫിസിക്കുള്ള ഒരാളെ ബിഗ് ബോസിലേക്ക് വന്നു കഴിഞ്ഞാൽ ടാസ്കിലൊക്കെ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം കാണാനായിട്ടൊക്കെ പറ്റും. നമ്മുടെ ഈ സീസണിൽ അഭിലാഷ് ഉണ്ടായിരുന്നില്ലേ, അതുപോലെ. അടുത്ത്
അടുത്ത പേര് എനിക്ക് പറയാനുള്ളത് 16ാമത്തെ പേരാണ് നമ്മുടെ ആക്ട്രസ് ആയിട്ടുള്ള അപർണ തോമസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അപർണയെ അറിയാം. നമ്മുടെ ജീവയുടെ വൈഫാണ് അപർണ. ജീവയും അപർണയൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആണ് സോഷ്യൽ മീഡിയയിൽ. മലയാളികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കപ്പിൾസ് ആണ് ജീവയും അപർണയും. ഇപ്പൊ റീസെന്റ് ആയിട്ട് അവർ ഏതോ ഒരു വ്ളോഗ് ഇട്ടാൽ ഇവർ പിരിഞ്ഞെന്നോ അടിച്ച് പിരിഞ്ഞെന്നൊക്കെ പറഞ്ഞ ആരാധകർ കുറെ കമന്റ് ഒക്കെ ഇട്ട് അതൊക്കെ ഭയങ്കര വൈറലായിട്ട് മാറുന്നുണ്ട്. എന്തോ ആയിക്കോട്ടെ, അതൊക്കെ അവരുടെ കാര്യങ്ങൾ. പക്ഷെ അപർണ ഇത്തവണ ബിഗ് ബോസിലേക്ക് വന്നു കഴിഞ്ഞാൽ അപർണയുടെ ഒരു ക്യാരക്ടർ ഞാൻ ഈ അപർണയുടെ പേര് ഞാൻ എൻ്റെ ഒരു ഗസ്റ്റിൽ ഞാൻ പറഞ്ഞതാണ്. നമുക്ക് നോക്കാം, അപർണ വരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പേഴ്സണലി. ചിലപ്പോൾ ജീവയെ ആയിരിക്കാം, ഞാൻ എന്നാൽ അപർണയുടെ പേര് പറഞ്ഞതേ ഉള്ളൂ. ദെൻ അടുത്ത് 17ാമത്തെ നമുക്കറിയാം ഫാമിലി വ്ളോഗേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാളികൾ അവരുടെ പിന്നാലെയാണ് പലരും. അതിനകത്ത് ആ ഫാമിലി വ്ളോഗേഴ്സിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഒരു നിമിഷത്തിൽ ട്രെൻഡിങ് ആയി നിൽക്കുന്നതും നമ്മുടെ മല്ലു ഫാമിലിയാണ്. മല്ലു ഫാമിലിയിലെ സുജിനെ അറിയാത്തവരായിട്ട് ആരുമില്ല. ഇതാണ് മല്ലു ഫാമിലിയിലെ സുജിൻ. മല്ലു ഫാമിലിയിലെ സുജിൻ ഇപ്പം ഡിവോഴ്സ് ആകുന്നു, എന്നിട്ട് വീണ്ടും അതേ പെൺകുട്ടിയെ തന്നെ രണ്ടാമത് കല്യാണം കഴിക്കുന്നു. ഗുരുവായൂരിൽ പോയി ഭയങ്കര ട്രെൻഡിങ് ആണ്. നമ്മൾ 1-2 വീഡിയോസ് ഒക്കെ അതിനെ ബേസ് ചെയ്തിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എനിക്ക് പലപ്പോഴും സുജിന്റെ വീഡിയോസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ റീലുകൾ പിന്നെ പല പല കോൺട്രവേഴ്സീസ് ഒക്കെ വരുമ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് സുജിൻ ഈസ് പക്ക ആപ്റ്റ് ഫോർ ബിഗ് ബോസ് മെറ്റീരിയൽ ആണ് സുജിൻ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സുജിന്റെ സംസാര രീതികൾ, പെരുമാറ്റങ്ങൾ, അല്ലെങ്കിൽ പ്രേക്ഷകരെ എന്ത് മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരാളായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ സുജിന്റെ പേര് പറയുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു വ്യക്തി ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടെന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. പേഴ്സണലി സുജിൻ വരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം സുജിന് സോഷ്യൽ മീഡിയ കാണിക്കുന്ന മൊത്തം ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു നെഗറ്റീവ് കമന്റ് ആണ് വരാറ് സുജിന്. എന്നാലും എനിക്ക് സുജിൻ വരണം എന്ന് ആഗ്രഹമുണ്ട്. കാണാം. അടുത്ത് 18ാമത്തത് നമ്മുടെ സ്വന്തം ട്രാൻസ്വുമൺ ആയിട്ടുള്ള ഒരാൾ കൂടിയാണ് നമ്മുടെ ജാസി. ജാസിയുടെ പേര് പറയുമ്പോൾ ഞാൻ ആഷിയുടെ ഫോട്ടോ കൂടി കാണിക്കണം. മേ ബി 2 പേരെയും ബിഗ് ബോസ് വിളിച്ചേക്കാം. കഴിഞ്ഞ വർഷം ജാസിയുടെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞെന്നാണ് കേട്ടിട്ടുള്ളത്. അവസാന നിമിഷം എന്തൊക്കെയോ പറ്റി ഔട്ടായതാണ്. അപ്പം ഇത്തവണയും ജാസി, എനിക്ക് തോന്നുന്നു ജാസിയൊക്കെ ഇത്തവണ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത 100% ഞാൻ കാണുന്നുണ്ട്. വൈ ബിക്കോസ് ജാസിയൊക്കെ ട്രെൻഡിങ് ആണ്. ജാസിയുടെയൊക്കെ റീലുകളൊക്കെ 1 മില്യൺസ് ആണ്. അപ്പം ഇവരെയൊക്കെ എടുത്ത് ബിഗ് ബോസിനകത്തൊക്കെ എടുത്തു കഴിഞ്ഞാൽ ജാസിയുടെ അറിയാമല്ലോ കുറെ ഫൺ സാധനങ്ങളുണ്ട്, കുറെ കോൺട്രവേഴ്സീസ് ഉണ്ട്. ജാസി വാ തുറന്നാലേ കോൺട്രവേഴ്സീസ് ആണ്. അപ്പം അതുപോലത്തെ കുറെ സാധനങ്ങൾ നമുക്ക് ബിഗ് ബോസിനകത്തേക്ക് കിട്ടും. കഴിഞ്ഞ വർഷം ബിഗ് ബോസിൽ രേണുസുതി എത്രമാതിരി അളവിന് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നോ അതേമാതിരി അളവിന് മേ ബി ഇത്തവണ വരാൻ ചാൻസസ് ഉള്ള ഒരു പേരാണ് ജാസി. നോക്കാം, എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ആ പേര് ഞാൻ പറഞ്ഞത്. അടുത്ത 19ാമതായിട്ട് ഞാൻ പറയാൻ പോകുന്ന പേര് നമ്മുടെ മറ്റൊരു ആക്ട്രസും ഹോസ്റ്റും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ സ്വന്തം ആനി ചേച്ചിയാണ്. ആനീസ് കിച്ചണിലെ ആനീസ് ഷാജി. ഇതാണ് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ആനി ചേച്ചി വരാൻ ചാൻസ് ഭയങ്കര കുറവാണ്. എന്നാലും ഞാൻ പറഞ്ഞതാണ്, വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒരു എന്താ പറയുക, ഒരു കാരണവരുണ്ടെന്ന് പറഞ്ഞ പോലെ ഒരു കാരണവത്തെയും അവിടെ വീടെല്ലാം നോക്കാനുണ്ടെങ്കിൽ അടി പൊട്ടാനും പൊട്ടാതിരിക്കാനും സോൾവ് ചെയ്യാതിരിക്കാനും ഒക്കെ ആയിട്ടുള്ള മസാല കോണ്ടന്റ്സ് നമുക്ക് കിട്ടും അല്ലേ. അതുകൊണ്ട് ആ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ആനി ചേച്ചി വരണം എന്ന് നിങ്ങളോട് പറയുന്നത്. നമുക്ക് നോക്കാം. അടുത്ത് 20ാമത്തെ പേര് ഞാൻ ഒരു തവണ മുന്നേ പ്രഡിക്ഷൻ ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അന്ന് നിങ്ങൾ എന്ന് വായുമ്പോളന്നിരുന്നു. ഞാൻ വീണ്ടും ആ പേര് വീണ്ടും പറയാണ്. നമ്മുടെ ഫിലിം ഡയറക്ടർ ആയിട്ടുള്ള നമ്മുടെ ബിഗ് ബോസിന്റെ PR കൂടി ചെയ്തിട്ടുള്ളതായിട്ടുള്ള വിനു വിജയ്. ഇതാണ് വിനു വിജയ്. നിങ്ങൾക്ക് അറിയായിരിക്കും. വിനുചേട്ടനെ എന്ന് അറിഞ്ഞുകൂടാത്ത ആരുമില്ല. വിനുചേട്ടൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഞാനും പല ബിഗ് ബോസിന്റെ ഈവൻസിനൊക്കെ പോകുമ്പോഴത്തേക്കും കണ്ടിട്ടുണ്ട്, വിനുചേട്ടനെ കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു വിനുചേട്ടനെ തവണ ഇവർ പിടിച്ച് അകത്തിടാൻ ചാൻസ് ഉണ്ടെന്ന്, ബിഗ് ബോസിനകത്തേക്ക് ഇടാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. വൈ ബിക്കോസ് വിനു PR ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ ഒരു ഓഫർ കിട്ടുമായിരിക്കാം ബിഗ് ബോസിനകത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. വിനു പോയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്ന് എനിക്ക് കാണാൻ ആഗ്രഹമുണ്ട് പേഴ്സണലി. വൈ ബിക്കോസ് വിനു പുറത്തുനിന്ന് PR ചെയ്യുന്ന പോലെ അകത്തുനിന്ന് പ്ലേ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ വിനുവിന് ഒരു ടീമുണ്ടോ, വിനു അകത്ത് പോയി കഴിഞ്ഞാൽ പുറത്ത് ആരായിരിക്കും വർക്ക് ചെയ്യുക, വിനു ഒറ്റയ്ക്കാണോ, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കിട്ടുന്ന ഒരു അവസരം കൂടിയിട്ടാണ് ഈ പറയുന്ന ഓരോ കണ്ടസ്റ്റൻസിനും. അപ്പം ഞാൻ 20 പേരുകൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. അമൃത നായർ, ബൈജു, ഐശ്വര്യ റംസായി, അനീഷ് രവി, ഫസ്മിന സക്കീർ, ആദിത്യൻ ജയൻ, മാലിക പണിക്കർ, ആകാശ് പരമേശ്വരൻ, ഷാലു മേനോൻ, ബിജു സോപാനം, RJ അഞ്ജലി, RJ ഗദ്ദാഫി, സുധിമോൾ, യുവാകൃഷ്ണ, ക്രിസ്റ്റി സെബാസ്റ്റ്യൻ, അപർണ തോമസ്, സുജിൻ, ജാസി, ആനി ഷാജി, വിനു വിജയ്. 20 പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, വീഡിയോയുടെ ലാസ്റ്റ്, ഇത് പ്രഡിക്ഷൻ ലിസ്റ്റ് ആണ്, സാധ്യതാ പട്ടികയാണ്. ഇതിനകത്തുനിന്ന് 1, 2, 3 പേര് ബിഗ് ബോസിനകത്തേക്ക് വരാതെ ഇരിക്കാം. ഈ ലിസ്റ്റ് അവരുടെയൊക്കെ കയ്യിലെത്തുവാണെങ്കിൽ, ഇപ്പൊ ഞാൻ കുറേ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞത് അവർക്കും ഇതുപോലെ വർക്കൗട്ട് ആവുകയാണെങ്കിൽ അവർ വിളിക്കും. അപ്പോൾ അവർ ഇന്റർവ്യൂ ചെയ്യും. അപ്പോൾ അവർക്ക് ഓക്കെ ആണെങ്കിൽ അവർ സെലക്ട് ചെയ്യുന്നത് ഒത്തിരി വലിയ പ്രൊസീജിയർ അല്ലേ, നമ്മളിരുന്ന് പ്രഡിക്റ്റ് ചെയ്യുന്ന പോലത്തെ ഒരു സംഭവം അല്ലല്ലോ. സോ ഇതെന്റെ പ്രഡിക്ഷൻ ലിസ്റ്റ് 1 ആണ്, എൻ്റെ ഒഫീഷ്യൽ പ്രഡിക്ഷൻ ലിസ്റ്റ് ആണ്. ഇനിയിപ്പോൾ പലയിടത്തും ഇത് കിടന്ന് ഷോർട്സ് ആയിട്ടും വീഡിയോസ് ആയിട്ടും ഒക്കെ വരും. സന്തോഷം, അങ്ങനെ ഇടുന്നവരൊക്കെ സന്തോഷമേ ഉള്ളൂ. അപ്പം ഇതാണ് എനിക്ക് പറയാനുള്ളത്. പ്രേക്ഷകരെ, നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യുക. ഇനി ഒരു പ്രഡിക്ഷൻ ലിസ്റ്റൊക്കെ ബിഗ് ബോസിന്റെ ലോഗോ വന്നിട്ടേ വരത്തുള്ളൂ. ഞാൻ നേരത്തെ കൂട്ടി ഇട്ടത് ബിഗ് ബോസിന്റെ ഓഡീഷൻസ് ഒക്കെ ഇനിയിപ്പോൾ ഉടനെ സ്റ്റാർട്ട് ചെയ്യും. അപ്പം നമ്മുടെയൊക്കെ വീഡിയോസ് ഒക്കെ എല്ലാവരും
കാണും എന്നാണ് എനിക്ക് അറിയാനായിട്ട് പറ്റിയത്. അപ്പോൾ വീഡിയോസ് കണ്ടിട്ട് ബിഗ് ബോസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ എന്താണ് നടക്കുന്നതെന്ന് ഇങ്ങനെ ചെക്കിച്ചകഞ്ഞ് നടക്കുമ്പോൾ നമ്മുടെ വീഡിയോ തെറ്റിയോ തെറിച്ചോ അവരുടെ കയ്യിൽ എത്തുകയാണെങ്കിൽ ഇതിനകത്തുള്ള ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എടുക്കട്ടെ, നമുക്ക് നോക്കാം ഇത്തവണത്തെ എൻ്റെ ഈ 20 പേരുകളിൽ നിന്നും ആരെങ്കിലും അകത്ത് പോകുമോ അതോ എല്ലാം കൂടെ പുറത്തായി എന്നെ പ്രേക്ഷകരെടുത്തിട്ട് പഞ്ഞിക്ക് കൂട്ടുമോ എന്നറിയില്ല. എന്തായാലും തികച്ചും ഇത് എൻ്റെ പ്രഡിക്ഷനാണ്. യാതൊരു രീതിയിലുള്ള അറിവോ ബോധമോ ഒന്നുമില്ലാണ്ട് ഞാൻ തന്നെ ദിവസങ്ങളായി കുത്തിയിരുന്ന് ഉണ്ടാക്കിയെടുത്ത എൻ്റെ പ്രഡിക്ഷൻ ലിസ്റ്റ് ഞാൻ നിങ്ങളിലേക്ക് ഇട്ട് തന്നിരിക്കുകയാണ്. ഇതിൽ ആരൊക്കെ വേണം വേണ്ട, ആരൊക്കെ റീപ്ലേസ് ചെയ്യണം, ആരൊക്കെ റീപ്ലേസ് ചെയ്യണം എന്നൊക്കെയുള്ള നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യുക. സോ ഗൈസ്, ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും ഫോളോ ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഒന്നും പറയാൻ ബാക്കിയില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ പോവാണ് ഗൈസ്. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.